ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ടോപ്പിക് ചെയ്ത ടൈമിൽ നമ്മുടെ നാട്ടിൽ ലോക്കലി നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡീപ്പായിട്ട് അങ്ങോട്ട് നമുക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. എന്തായിരുന്നു അത്? ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഡ്രസ്സ് എടുക്കാൻ പല രീതിയിലുള്ള ഡ്രസ് ഷോപ്പുകളിൽ പോകാറുണ്ട്. ഡ്രസ് ഷോപ്പുകളിൽ പോയതിനു ശേഷം ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ആദ്യം പ്രൈസ് ടാഗ് നോക്കും. പ്രൈസ് ടാഗ് നോക്കിയിട്ട് പ്രൈസ് സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡ്രസ്സ് തന്നെ എടുക്കില്ല. അത് ഇഷ്ടപ്പെടാത്ത രീതിയിലായിട്ട് നമ്മൾ അവിടെ മാറ്റിവെക്കും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സ് നോക്കും, ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, പക്ഷെ പ്രൈസ് നോക്കും. പ്രൈസ് നോക്കുന്ന സമയത്ത് അത് നമുക്ക് ഇഷ്ടപ്പെടില്ല, പ്രൈസ് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നും. മൂന്നാമത്തെ ടൈപ്പ് ആളുകൾ അവർ നേരെ പോവും, ഡ്രസ്സ് ഇഷ്ടപ്പെടും, ഡ്രസ്സ് എടുക്കും, പിന്നീട് നേരെ ബില്ല് പേയ്മെന്റ് ചെയ്ത് കടയിൽ നിന്ന് എക്സിറ്റ് ആവും. ശരിക്കും ഇതിൽ ആരാണ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ കാറ്റഗറിയാണ്. അതായത് പ്രൈസ് ടാഗ് നോക്കാതെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു അത് നേരെ എടുത്തു എന്നുള്ള രീതിയിൽ പ്രൈസിങ്ങോ കാര്യങ്ങളോ ഒന്നും അവരെ ബാധിക്കുന്നില്ല. അവരാണ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകൾ. നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഭൂരിഭാഗം ആളുകൾ നോക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മെനു ലിസ്റ്റിന്റെ റൈറ്റ് സൈഡ് ആണ്. കാരണം ആ റൈറ്റ് സൈഡിലാണ് പ്രൈസ് ഉണ്ടാവുക. പ്രൈസ് നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് എന്ത് കിട്ടും എന്നുള്ളത് നോക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകൾ. വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചിട്ട് അതിന്റെ പേയ്മെന്റ് പിന്നീട് ചെയ്യുന്നതും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിയിട്ട് അതിന്റെ പേയ്മെന്റ് പിന്നീട് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാം. ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഉദാഹരണങ്ങളും നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നടക്കുന്ന ചെറിയൊരു സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ തൊട്ട് മുമ്പ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ആളുകളും കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂടിയ റേഞ്ചിലേക്ക് പോകുമ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് മാറുന്നതായിട്ട് നമ്മൾ മേ ബി കണ്ടേക്കാം. നമ്മുടെ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും പണം വേണം. ആ പണത്തിന് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടരുത്. ഈ അടുത്ത് കണ്ടിട്ടുള്ള ഒരു കോട്ടാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ ബാങ്ക് ബാലൻസ് നമ്മുടെ മൊബൈൽ നമ്പർ പോലെ ആവണം. അത്രയും ഹ്യൂജ് വെൽത്ത് നമുക്ക് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല നമ്മുടെ എഫേർട്ട് ഇല്ലാതെ പാസീവ് ആയിട്ടുള്ള ഒരു വരുമാനം നേടിത്തരുന്ന ഒരു സോഴ്സും നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം.